ഇതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത. അപ്പൊ യോഹന്നാൻ, ഞാനിവിടെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കുന്ന ഈ വിഷയമാകാം മറ്റേത് വിഷയമാകാം, നിങ്ങൾ ആ വിഷയത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? കേവലം നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന ദേവദാസനോ ദേവദാസിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം അത് അതുപോലെ തന്നെ മാത്രം മനസ്സിലാക്കി പോകാനാണോ, അതോ അവർ പറഞ്ഞതിന്റെ ഉള്ളിലും എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാനാണോ താല്പര്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ആ പറഞ്ഞ വാക്കുകൾക്കകത്ത്, ആ പഠിപ്പിച്ച വിഷയത്തിന്റെ ഉള്ളിൽ ഇനിയും എന്തൊക്കെയോ വളരെ വിലപ്പെട്ട നിധികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ പഠനം സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ റിവീൽ ചെയ്യണം. യോഹന്നാനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞതായ ആ വാസസ്ഥലത്തെക്കുറിച്ചും ആ സ്വർഗരാജ്യത്തെക്കുറിച്ചും അറിയണമെന്നുള്ള വലിയൊരു ആഗ്രഹം തന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ സ്വർഗം അവൻ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തു. ഭൂമിയിലെ രാജാക്കന്മാരോ അധിപതികളോ യോഹന്നാനെ തൊടുവാനോ അവനെ നശിപ്പിക്കാനോ സ്വർഗം അനുവദിച്ചില്ല. ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ നാട് കടത്തിയതാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക്. പത്മോസിനെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ ചിന്തിക്കുന്നതാണ്. പത്മോസിലേക്ക് തന്നെ നാട് കടത്തപ്പെട്ടു. നാട് കടത്തി അവരുടെ ചിന്തകളും അവരുടെ അറിവിലും പത്മോസിൽ എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതായ ആരും തന്നെ മടങ്ങി വന്ന ചരിത്രം ഇതുവരെയില്ല. അസ്ഥികളാൽ നിറയപ്പെട്ട പത്മോസിന്റെ ദ്വീപ്, ഘോര വിഷപ്പാമ്പുകളും ആ നിലയിലുള്ള ജീവജാലങ്ങൾ ഉള്ളതായിരിക്കുന്ന പത്മോസ് എന്ന ദ്വീപ്, പണിഷ്മെന്റ് കൊടുക്കുന്നവരെല്ലാം ജീവനോട് മരണപ്പെടുവാൻ വേണ്ടി നാട് കടത്തപ്പെടുന്ന സ്ഥലമാണ് പത്മോസ്. പക്ഷേ ആ പത്മോസിലേക്കും ദൈവപുരുഷനായിരിക്കുന്ന യോഹന്നാൻ ചെന്നുപെടുമ്പോൾ യോഹന്നാന് മരണം സംഭവിച്ചില്ല. അതിന് കാരണം ദൈവത്തെ, ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആർക്ക് താല്പര്യമുണ്ടോ അവരെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ഈ റെവലേഷൻ, വെളിപ്പാടിനെ കുറിച്ച് ഇനിയും അറിയണമെന്നും പഠിക്കണമെന്നും താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോ നിങ്ങളുടെ ആഗ്രഹം ചെറുതായിരിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കണ്ടത്, ഒരു പക്ഷി ആകാശത്തേക്ക് പറക്കുമ്പോൾ ആ പക്ഷിയുടെ സ്വപ്നം അത്രത്തോളം വലിയതാണ്. തന്റെ ആഗ്രഹം ആകാശത്തിന്മേലെ എത്രത്തോളം പറന്നു ഉയരാൻ പറ്റും അത്രത്തോളം പറന്നു ഉയരണം. അതിങ്ങനെ വിശാലമായി കിടക്കുക. അതിന്റെ എൻഡിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ അതിന്റെ സ്വപ്നവും അതിന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ആകാശത്തോളം വലിയതാണ്. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ സ്വപ്നങ്ങൾ കാണണം, ദൈവവചനത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ പഠിക്കുവാൻ നമ്മുടെ ഹൃദയം അതിനു വേണ്ടിയിട്ട് ഒരുക്കപ്പെടണം. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാക്ഷിക്കുന്നത് പോലെ ആ നിലകളിലുള്ളതായിരിക്കുന്ന ഒരു അതിയായ ആഗ്രഹവും വാഞ്ചയും നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പഠനം നിങ്ങൾക്കൊരു നഷ്ടമല്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അതിടയാക്കി തീർക്കും.